ഹായ് ഫ്രണ്ട്സ്, സക്കരയാണ്. ടൂലറ്റ് ഓട്ടോടോക്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇത് നമ്മൾ ടൊയോട്ടയുടെ ഒരു സെഡാൻ കാറാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെ കയ്യിലൊരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2012 മോഡൽ GD എന്നുള്ള വേരിയൻറ്റിലുള്ള ഡീസൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള നല്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വാഹനത്തിന് പരിശോധിക്കാം. ഫ്രണ്ട് ഡോർ നോക്കുന്ന സമയത്ത് 12 കാറായതുകൊണ്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാനില്ല. ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആക്സിഡൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റീരിയോ വരുന്നത് 2 എയർ ബാഗ് ഈ വാഹനത്തിൽ വരും. അതുപോലെ തന്നെ ബാക്ക് ഡോർ നമ്മൾ പരിശോധിക്കുകയാണ്. അതിലെ പേസ്റ്റിലും കാര്യങ്ങളൊന്നും വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും പോയിട്ടില്ല. വാഹനത്തിന് കിലോമീറ്റർ എന്ന് പറയുന്നത് 1,40,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. 140യുടെ സർവീസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഷോറൂമിൽ തന്നെ. ടയർ കണ്ടീഷൻ 4 പുതിയ ടയറുകളാണ്. 0 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രയും ഫ്രഷ് ടയറുകളാണ് 4. ബൂട്ട് പരിശോധിക്കുന്ന സമയത്ത് പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും പോയിട്ടില്ല. ഉള്ളിൽ ഡാമേജുകളൊന്നുമില്ല. അതേപോലെ തന്നെ ബൂട്ടിൻ്റെ പഞ്ചിങ് പേസ്റ്റിങ്ങിലൊന്നും ഇളക്കങ്ങളൊന്നും വന്നിട്ടില്ല. ലൈറ്റിലൊന്നും പൊട്ടലൊന്നുമില്ല. അപ്പോൾ ഈ വാഹനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാണിക്കുന്നത്. അതാണ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാറ് കാണാതെ തന്നെ ഈ കാർ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ഡോർ നോക്കുന്ന സമയത്ത് ഇതിലെന്ത് ചെയ്തില്ല, പേസ്റ്റിങ്ങിലെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. GD എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരുന്നുണ്ട്. ഫ്രണ്ട് ഡോറിലെ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും വിഷയം വന്നിട്ടില്ല. നമുക്ക് ഈ വാഹനത്തിന് റീപ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ടിലെ ഗ്ലാസ് ഇടിച്ചിട്ട് മാറിയതല്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം ആ ഗ്ലാസ്സിന് മാത്രമേ റീപ്ലേസ്മെന്റ് വന്നുള്ളൂ. ഫ്രണ്ടിലെ ഗ്രില്ലിനോ അതേപോലെ തന്നെ ബോണറ്റിനൊന്നും റീപ്ലേസ്മെന്റ് ബാധിച്ചിട്ടില്ല. വാഹനത്തിന്റെ എഞ്ചിൻ റൂം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ബോണറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ്മെന്റ് വരിക, അതുപോലെ തന്നെ വല്ല ഡെന്റിങ് ആൻഡ് ലെവലിംഗ് വർക്കുകൾ എടുക്കുക, അങ്ങനത്തെ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്രോൺ ആണെങ്കിലും അപ്രോൺ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രോസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ പാനൽസിലൊന്നും ഡാമേജുകൾ വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നല്ല കണ്ടീഷനുള്ള ബാറ്ററിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ വാഹനം ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതിന് 4 ടയേഴ്സ്, നല്ല ടയേഴ്സ് ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ എല്ലാ ഭാഗങ്ങളും ഫിറ്റാണ്. വർക്കുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മെക്കാനിക്കൽ ഓടിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും, സസ്പെൻഷൻ ആണെങ്കിലും അതേപോലെ എല്ലാം ഫിറ്റാണ് വാഹനം. അപ്പോൾ ഒരു ഡീസൽ വാഹനം, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു ഡീസൽ എത്തിയോസ് നോക്കുന്ന 24 കിലോമീറ്റർ ഏകദേശം മൈലേജ് വാഹനത്തിൽ കിട്ടും. അപ്പോൾ എത്തിയോസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നോക്കുന്ന, ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികൾ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വാഹനത്തിൻ്റെ ഡീറ്റെയിൽ അറിയുന്നതായിട്ട് താഴെ കൊടുക്കുന്ന നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വാഹനവുമായി കാണുന്നവരെ കാണാം. ഗുഡ് ബൈ.